പ്രിയ സുഹൃത്തുക്കളെ, ഇന്നലെ ഞാനൊരു വീഡിയോ രാത്രി ചെയ്തായിരുന്നു. രാത്രി 12 മണിയായപ്പം വളരെ സങ്കടത്തോടുകൂടിയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഡിപ്രഷൻ മാറി വരുന്നതേ ഉള്ളൂ. കാരണം അപ്പോൾ ആ വീഡിയോ ചിലപ്പോൾ എൻ്റെ അവസാന വീഡിയോ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ആ വീഡിയോയിൽ വന്നിട്ട് 2-3 പേര് കമൻറ്റ് ഇട്ട് എന്ത് പറ്റി ബ്രോ എന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള മറുപടിയാണ്. നിങ്ങൾ എൻ്റെ പഴയ വീഡിയോകൾ കണ്ടാണ് ഞാൻ ഭയങ്കര ചിരിച്ചിട്ട് ഇപ്പം മനസ്സിൽ ചിരി വരുന്നുണ്ട്. പക്ഷേ എൻ്റെ മുഖത്തിൽ ഇത്ര ക്ഷീണമുണ്ട്. കാരണം ഉറക്കം ഞാനിപ്പോൾ 3 മണിക്കൂർ 3.5 മണിക്കൂർ ഒക്കെയാണ് ഉറങ്ങുന്നത്. രാവിലെ 9 മണിക്ക് തുടങ്ങുന്ന പണി 3 മണിക്ക് തീരും. ഞാൻ 9 മണിക്ക് പണിക്ക് കയറണമെങ്കിൽ ഞാൻ 7:45 7:30 കഴിക്കണം. അപ്പോൾ പണി കഴിഞ്ഞ് 3 മണിക്ക് പോയി കഴിഞ്ഞാൽ കുളിച്ച് എടുത്ത് കിടക്കുമ്പോൾ അതൊരു സമയമാവും. അപ്പോൾ എനിക്ക് 3 മണിക്കൂർ 3.5 മണിക്കൂറൊക്കെ ഉറക്കം കിട്ടുന്നുള്ളൂ. അതിൻ്റെ ക്ഷീണം എൻ്റെ മുഖത്തിൽ. അപ്പോൾ ഇത്രയും കഷ്ടത്തിൻ്റെ ഇടയിൽ വീട്ടിൽ ഫോൺ വിളിക്കുമ്പോൾ വീട്ടിൽ അവർ സംസാരിക്കാൻ ആക്റ്റീവ് അല്ല. അപ്പോൾ ഒരാഴ്ച കൊണ്ട് വീട്ടിൽ നല്ലപോലെ എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മനസ്സിലൊരു പ്രയാസം കയറി എന്താ പറയുക, ഞാൻ പഴയതിലോട്ട്, അതായത് പണ്ട് ഞാൻ കള്ളും കുടിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അതേപോലെ ആയാലോ, ഇനി അങ്ങനെ നടന്നാലോ എന്ന് ചിന്തിച്ച് ആയിട്ടൊക്കെയാണ് എല്ലാം. ഒന്നും വേണ്ട, ജീവിതമൊന്നും വേണ്ട, സന്തോഷം വേണ്ട എന്ന് പറഞ്ഞിട്ട് ചിന്തിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തതാണ് കേട്ടോ. നിങ്ങൾ ചോദിച്ച ആ 2 പേരുണ്ടല്ലോ, അവർക്ക് എന്താ പറയുക, ഒരു നന്ദി വാക്ക് പറഞ്ഞേ പറ്റൂ. കാരണം ചോദിച്ചല്ലോ നിങ്ങൾ. പിന്നെ ഇവിടെ തന്നെ ഒരു ചേട്ടനുണ്ട്, എൻ്റെ കൂടെ പണി ചെയ്യുന്നൊരു ചേട്ടനുണ്ട്. പക്ഷേ പുള്ളി രാവിലെ വരും, 9 മണിക്ക് വരും. പുള്ളിക്ക് 6 മണിക്ക് ഇവിടുത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകും. വേറെ എവിടെ ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട്. ഈ 6 മണിക്ക് വരെ ഹെഡ്സെറ്റ് വെച്ചിട്ട് വൈഫിൻ്റെ കൂടി സംസാരിക്കുക. ഇവിടെ ഒരു 10 മിനിറ്റ് സംസാരിക്കാൻ പെടുന്ന പാട് അറിയാം. ഈ ചേട്ടനൊക്കെ സമ്മതിച്ച് നമിച്ച്. അപ്പോഴാണ് ആ ചേട്ടനോട് ഞാൻ പോയി ചോദിച്ചു, ചേട്ടൻ നിങ്ങൾക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റണം? അത് മോനെ, ഇനി കല്യാണം കഴിക്കാൻ 40 വയസ്സായിരുന്നു. അപ്പം മനസ്സിലായി ഇത്രയും ഡിലേ ആയില്ലേ, അതിൻ്റെ ഇതാണെന്ന്. പക്ഷേ എനിക്ക് കല്യാണം ആയത് 21ാമത്തെ വയസ്സിലാണ്. 22ാമത്തെ വയസ്സിൽ അപ്പനായി. 22ാമത്തെ വയസ്സിൽ തന്നെ സൗദിയിൽ വന്നു. ആദ്യത്തെ പണിക്ക് സൗദിയിൽ നഴ്സറി പണിക്ക്. അവിടെ നിന്ന് തുടങ്ങിയ ഗൾഫ് ജീവിതം ഇന്ന് ഇസ്രായേലിൽ ഇവിടെ വരെ എത്തി നിൽക്കുന്നു. ഇനി ഒരുപാട് അധ്വാനിക്കാനുണ്ട്. ഇനി അടുത്ത ഷിഫ്റ്റ് പണിക്ക് കയറാറായി. ഓക്കെ, പണി കഴിയുമ്പോൾ 3 മണിയാവും. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. സപ്പോർട്ട് ചെയ്യുക. കാരണം ഇതിൽ ഒരു എന്താ പറയുക, ഇപ്പോൾ നല്ലപോലെ റീച്ച് ആവുന്നുണ്ട്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. കാരണം എനിക്ക് നല്ലപോലെ വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല. ഞാനും ആക്റ്റീവ് അല്ല. കാരണം വർക്കാണ്. കിട്ടുന്ന വീഡിയോ മോട്ടിച്ച് പറക്കിയാണ് ഇടുന്നത്. മോഷണമാണ്. ഫേസ്ബുക്കിൽ നിന്നൊക്കെ മോട്ടിച്ച് പറക്കി ഇതിലെൻ്റെ സൗണ്ട് കൊടുത്തൊക്കെ അങ്ങനെയൊക്കെ വീഡിയോ ഇടുന്നത്. പക്ഷെ എന്നാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. പിന്നെ പ്രത്യേകിച്ച് ആ കമൻറ്റ് അയച്ച 2 പേർക്ക് കേട്ടോ, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ചോദിച്ചല്ലോ, നിങ്ങൾക്ക് ഒരു നല്ല മനസ്സുണ്ട് കേട്ടോ.